ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ കോഴിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം നാളികേരം കൊത്തിയരിഞ്ഞത് ഇട്ടുകൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മളെ നാളികേര കൊത്തൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പച്ചമുളകും നാളികേരക്കൊത്തൊക്കെ വഴറ്റി വന്നതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും 2 വലിയ ഉള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടെ ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ എണ്ണയിൽ കടന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. അങ്ങനെ നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കനും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട്. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ വിറകടുപ്പിലും കൂടിയല്ലേ വെക്കുന്നത്. അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചത്. അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിക്കണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ കരിവേപ്പിൻ്റെ ഇല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളിതൊക്കെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്താനും മറക്കരുത്. പിന്നെ നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.